ഹലോ ഗായ്സ്, ആസ് ഓൾവേസ് വെൽക്കം ടു അർബൻ നോവ. അപ്പോൾ ഗായ്സ്, ഞാനിന്ന് കുവൈത്തിലേക്ക് തിരിച്ചു പോവാന്ന്. അപ്പോൾ ഇവരെല്ലാം എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ വരുന്നതാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് നമ്മൾ പുരക്കുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു 10 മണി 9:30 10 മണി ആ ടൈമിലാണ് ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് ഇങ്ങോട്ടെത്തുമ്പോൾക്ക് നമ്മുടെ ഫായിസും സാലിയെല്ലാം നല്ല ഉറക്ക്. അമ്മ പിന്നെ ഒരു പാട്ടെല്ലാം വെച്ച് മെല്ലെ വിട്ടു. അങ്ങനെ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് ലാസ്റ്റല്ല പ്രവാസിനൊന്ന് നല്ല നല്ല ട്രോളി. അങ്ങനെ ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കെല്ലാം എത്തി. എയർപോർട്ടിലേക്ക് എത്തിയിട്ടായിട്ട് നമ്മളിങ്ങനെ എല്ലാവരും കൈയെല്ലാം കൊടുത്ത് എന്താ പറയൽ, നമ്മുടെ സ്ഥിര പരിപാടി തന്നെ. അങ്ങനെ കൈയെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾക്ക് നമ്മളെ ഫവാസിന് മാത്രം ഒരു പ്രത്യേക ഒരു എന്താ പറയൽ സന്തോഷം. അതെന്താന്നൊക്കെ മനസ്സിലായിട്ടില്ല, അത് ഓൻ തന്നെ പറയട്ടെ. അങ്ങനെ എല്ലാവരും കൈയെല്ലാം കൊടുത്തിട്ടായിട്ട് ഞാൻ മെല്ലെ നടന്നു. അങ്ങനെ സാധനമെല്ലാം കൊണ്ട് മെല്ലെ ഉള്ളോട്ട് കയറി. നമ്മളെ ചെക്കിനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് എനിക്ക് ഡൊമസ്റ്റിക്കാണ് ഫ്ലൈറ്റ്. ടച്ച് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹൈദരാബാദ്, പിന്നെ ഹൈദരാബാദിൽ നിന്നാണ് കുവൈത്തിലേക്ക്. അപ്പോൾ പിന്നെ വേറൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല കണ്ണൂർ എയർപോർട്ടിൽ നിന്ന്. അങ്ങനെ അവിടെ ചെക്കിനെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്ന്, അങ്ങനെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ വെറുതെ ഇരുന്ന് എന്താ പറയൽ മൊബൈലിലും കളിച്ചിരുന്നു. അപ്പോഴൊക്കെ ടൈമായി. അങ്ങനെ ഫ്ലൈറ്റ് കയറി. ഈ പൊങ്ങുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര കയറി എന്ന് പറഞ്ഞാലും ആ പൊങ്ങുന്ന ടൈമിൽ ഒരു നെഞ്ഞിനൊരു ഡിപ്പാണ്. അങ്ങനെ ലാസ്റ്റ് എന്താ പറയൽ ഹൈദരാബാദിലേക്ക് എത്തി. ഹൈദരാബാദിലേക്ക് എത്തിയിട്ട് ആ ഒരു വ്യൂ, എന്താ പറയൽ ആ ഒരു മേലെന്ന് കാണുന്ന വ്യൂ എത്ര കണ്ടാലും നമുക്ക് എന്താ പറയൽ. അങ്ങനെ ഹൈദരാബാദിലേക്ക് എത്തിയിട്ട് കുറച്ചിങ്ങനെ നടന്ന് അപ്പോഴത്തേക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഹോട്ടലിൽ കയറി. ഹൈദരാബാദിൽ വന്നിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിക്കാണ്ട് പോകുന്നത് സുഖമില്ലല്ലോ. അങ്ങനെ ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്ത് അതും കഴിച്ച്, അങ്ങനെ അതും കഴിച്ചിട്ടായിട്ട് നല്ല കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അവിടുന്ന് നേരെ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് അവിടെ അങ്ങനെ കുറച്ച് സമയം ഇരുന്ന്. അതെല്ലാം കഴിയുമ്പോഴേക്ക് അടുത്ത ഫ്ലൈറ്റിനുള്ള സമയമായി. അങ്ങനെ അടുത്ത ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് ആയി. അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കുവൈത്ത്. രാത്രിയിലായതുകൊണ്ട് ആ ഒരു വ്യൂവും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ മെല്ലെ കുവൈത്തിലേക്ക് എത്തി. പിന്നെ അവിടുത്തെ പ്രൊസീജിയറും കാര്യമെല്ലാം കഴിഞ്ഞിട്ട് മെല്ലെ പുറത്തിറങ്ങി. പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മുത്തുമണി സപ്പു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സപ്പുവിൻ്റെ വണ്ടിയിലും കയറിയിട്ട് വിട്ട്. അങ്ങനെ റൂമിലെത്തിയാണെങ്കിൽ പെട്ടിയെല്ലാം പൊട്ടിച്ച് ബീഫ് പൊട്ടായിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നെല്ലാം എടുത്തിട്ടൊന്ന് എല്ലാവരും കൂടി അങ്ങ് കഴിക്കാൻ തുടങ്ങി. പിന്നെ മെല്ലെ കഴിച്ച് പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്ന് നല്ല ബീഫും കുബൂസും നമ്മൾ ഗൾഫിൻ്റെ ഇതായ കുബൂസും എല്ലാം കൂടി എല്ലാവരും വട്ടത്തിലിരുന്നങ്ങ് കഴിച്ച്. അപ്പോൾ ഗായ്സ്, ഫുഡിലൊക്കെ കഴിഞ്ഞ് കീപ് സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും സുലാൻ.